രതി, ശാന്തയാകൂ. വിലാപം നിർത്തൂ. സംഭവിക്കേണ്ടത് സംഭവിക്കും. സംഭവിച്ചത് സ്വീകരിക്കണം. പക്ഷേ ദേവേശ്വര, എന്ത് അപരാധത്തിനുള്ള ദണ്ഡനമാണിത്? ദേവരാജൻ ഇന്ദ്രനും ദേവന്മാരും പറഞ്ഞത് മൂലം കാമദേവൻ അങ്ങയ്ക്കു നേരെ പുഷ്പബാണമെയ്തു. അങ്ങയുടെ സമാധി മുടക്കി. ഇതിലൊരു സ്വാർത്ഥവുമില്ലായിരുന്നു. ദേവന്മാരുടെ ദുർദശ അവസാനിപ്പിക്കാനായിരുന്നു ഞങ്ങൾ ശ്രമിച്ചത്. ഇന്നത് ഞങ്ങളുടെ ദുർദശയായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രഭു? എന്നിൽ ദയ തോന്നണേ. മൃത്യുവിന്റെ ശാപം പേറാനുള്ള സാമർഥ്യം എനിക്കില്ല പ്രഭു. കാമദേവനെ ജീവിപ്പിക്കണേ. അല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. എന്നിൽ ദയ തോന്നണേ. ദേവാദിദേവ, കാമദേവൻ നിരപരാധിയാണ്. കാമദേവൻ ഞങ്ങൾ ദേവന്മാരുടെ ഗുണത്തിനു വേണ്ടിയാണ് അങ്ങയുടെയും ദേവി പാർവതിയുടെയും മനസ്സിൽ അനുരാഗം വിതച്ചത്. കാമദേവനോട് ക്ഷമിച്ച് അദ്ദേഹത്തെ പുനർജീവിപ്പിക്കണേ. വിധിയുടെ വിധാനം കഠിനമാണ്. ദേവനാകട്ടെ ദേവിയാകട്ടെ, ദാനവനോ മാനവനോ, ഏവരും അവർ ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ഹേ ദേവേശ്വര, കാമദേവനോട് ക്ഷമിച്ചാലും അദ്ദേഹം ചെയ്തതെല്ലാം സ്വാർത്ഥത്തിനായല്ല, പരാർത്ഥത്തിന് വേണ്ടിയായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ അപരാധം ക്ഷന്തവ്യമാണ്. ദേവേശ്വര, കാമദേവനെ പുനർജീവിപ്പിച്ചാലും രതിദേവിയോട് ദയ തോന്നണമേ. ആ ദേവ, രതിയോട് ദയ കാണിച്ചാലും കാമദേവനെ പുനർജീവിപ്പിക്കണേ. ഞങ്ങൾ അങ്ങയോട് വിനയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. ദേവാധിദേവ, അങ്ങ് കാമദേവനെ പുനർജീവിപ്പിച്ചില്ലെങ്കിൽ ഞാനും പ്രാണത്യാഗം ചെയ്യും. നമ്മുടെ സമാധിയിൽ ഭംഗം വരുത്തി നമ്മെ യോഗത്തിൽ നിന്ന് ഭോഗത്തിലേക്ക് നയിക്കുന്ന ദുഷ്കർമ്മത്തിന് നീയും കാമദേവന്റെ സഹായിയായിരുന്നു. അനർത്ഥം ചെയ്തതിന്റെ പരിണത ഫലം കാമദേവൻ അനുഭവിച്ചു. ഒരംശം നീയും അനുഭവിക്കണം. ഹേ ദേവേശ്വര, ഞാൻ അങ്ങയോട് ദയ യാചിക്കുകയാണ്. അങ്ങ് ദണ്ഡനയ്ക്കൊരുങ്ങുകയാണോ? ദണ്ഡനയ്ക്കുള്ള വഴി ഒരുങ്ങിക്കഴിഞ്ഞു രതി. ഇനി പ്രായശ്ചിത്തത്തിനുള്ള വഴിയേ ശേഷിക്കുന്നുള്ളൂ. ചെയ്യാം വിശ്വനാഥ, ഞാൻ പ്രായശ്ചിത്തം ചെയ്യാം. കേട്ടോ രതി, നിന്റെ ഭർത്താവ് കാമദേവൻ എന്റെ തൃക്കണ്ണിന്റെ ജ്വാലയിൽ ഭസ്മീഭവിച്ചു എങ്കിൽ കൂടി മൃത്യുവിനെ പ്രാപിച്ചിട്ടില്ല. എന്റെ കൃപ കൊണ്ട് അവൻ പുനർജീവിച്ചു കഴിഞ്ഞു. അവനെ ലൗകിക നേത്രങ്ങൾക്ക് കാണാനാകില്ല. അവന് ജീവനുണ്ടെങ്കിൽ കൂടി അവന്റെ ശരീരം ദർശിക്കാനാകില്ല. അവൻ അനങ്കനായി കഴിഞ്ഞു. മന്മഥൻ ഇപ്പോൾ ശരീരിയല്ല, അശരീരിയായി തീർന്നിരിക്കുന്നു. അവൻ അനങ്കൻ, പിന്നെ മനോജൻ എന്നിങ്ങനെ അറിയപ്പെടും. ഞാൻ എന്തു ചെയ്യും അശരീരിയായ പതിയെ ലഭിച്ചിട്ട്? പ്രായശ്ചിത്തമാകും രതി. ഞാൻ പ്രായശ്ചിത്തം ചെയ്യാം, പക്ഷെ അത് ഇത്ര കഠോരമാക്കരുത്. പ്രായശ്ചിത്തത്തിന്റെ വ്യവസ്ഥ ദുഷ്കർമ്മം ചെയ്യുന്നവരുടെ ഇച്ഛനുസരിച്ചായിരിക്കില്ല രതി. ആരാണോ ദുഷ്കർമ്മത്തിന് ഇരയായത് അവരുടെ ഇച്ഛനുസരിച്ചായിരിക്കും. ഞാൻ അങ്ങയുടെ ഇച്ഛാനുസരണം പ്രവർത്തിക്കാം ഭഗവാനെ. ഞാൻ മനസ്സിലാക്കുന്നു അങ്ങ് സർവശക്തിമാനാണ്, പൂർണ്ണ സമർത്ഥൻ. അങ്ങക്ക് ദയവുണ്ടായി എന്റെയും എന്റെ ഭർത്താവിന്റെയും അപരാധം ക്ഷമിച്ചാൽ എനിക്ക് എന്റെ പതിയെ പൂർണ്ണ ശരീരിയായി ലഭിക്കും. തീർച്ചയായും ലഭിക്കും, പക്ഷെ ഇപ്പോഴല്ല. പിന്നെ എപ്പോൾ പ്രഭു? നീ ദ്വാപരയുഗം വരെ കാത്തിരിക്കേണ്ടി വരും. ദ്വാപരയുഗം വരെ? ആ, ദ്വാപരത്തിൽ കാമദേവൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പുത്രൻ പ്രദ്യുപ്തനായി ജന്മമെടുക്കും. അവൻ നിന്റെ പതിയായി ഭവിക്കുന്നതാണ്. ധൈര്യമായിരിക്കൂ രതി. ഭഗവാൻ ശിവൻ നിന്നോട് പറഞ്ഞതെല്ലാം സത്യമായി ഭവിക്കും. ദ്വാപരത്തിൽ നീ കാമദേവനെ പുനഃപ്രാപിക്കും. നാരായണ നാരായണ.